നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസ് വൈസ് ആയിട്ട് ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് എല്ലാം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് മലയാളമാണ്. മലയാളത്തിൽ വാക്യശുദ്ധിയാണ്. നമ്മൾ ഈ കഴിഞ്ഞ +2 പ്രിലിമിനറി എക്സാമിൻ്റെ 2 ഫേസിലും വാക്യശുദ്ധി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിലെ കറക്ഷൻസ് തിരുത്തുന്നത് എന്ന് നോക്കാം. അപ്പോൾ മെയ് 22-നാണ് ഡിഗ്രി ലെവൽ എക്സാം. നന്നായിട്ട് തന്നെ പഠിച്ചോളുക. +2ൻ്റെ അതേ സിലബസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് റിവിഷന് പറ്റിയ ഒരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. PSC ചലഞ്ചർ എന്നാണ് ആപ്പ്. ഈ ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സിലബസ് വൈസ് ആയിട്ട് ഒരു ടോപ്പിക്കായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ക്വിസിൻ്റെ രൂപത്തിൽ തന്നെ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു ഗെയിമിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത് നിങ്ങൾ ചലഞ്ചസിൽ ഏർപ്പെടാവുന്നതാണ്. നല്ലൊരു ആപ്പാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് പോയി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വാക്യശുദ്ധി. അപ്പോൾ വാക്യശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്യം, അതായത് ഒരു സെൻറ്റൻസിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് നല്ല ശുദ്ധമായ സെൻറ്റൻസ് ആക്കുന്നതിനെയാണ് വാക്യശുദ്ധി എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസിലെ എറർ കറക്ഷൻ എന്ന് പറയും. അപ്പോൾ ഈ വാക്യശുദ്ധി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നോട്ട് ചെയ്യുക. ഈ ടിപ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഒന്നാമത്തത്, ഇപ്പം നമുക്കൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിൽ ഓരോ എന്നൊരു വേർഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ എന്ന വേർഡ് കഴിഞ്ഞു വരുന്നത് എപ്പോഴും ഏകവചനമായിരിക്കണം. എന്താണ്? ഏകവചനമായിരിക്കണം ഓരോ എന്ന് പറഞ്ഞ വേർഡ് കഴിഞ്ഞ് വരേണ്ടത്. അത് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തത്, കാൾ, കവിഞ്ഞ. കാൾ, കവിഞ്ഞ, ഇത് രണ്ടും ഒരുമിച്ച് ഒരു സെന്റൻസിൽ വരാൻ പാടില്ല. അപ്പൊ കാളും കവിഞ്ഞയും ഒരുമിച്ച് ഒരു സെന്റൻസിൽ വരാൻ പാടില്ല. അതിനേക്കാൾ, അത് കഴിഞ്ഞിട്ട് ഒരു കവിഞ്ഞയും കൂടെ ഇടാൻ പാടില്ല. അത് തെറ്റാണ്. അത് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുക. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായും തന്നെ. തീർച്ചയായും തന്നെ, ഇവ രണ്ടും ഒരുമിച്ച് ഒരു സെന്റൻസിൽ വരാൻ പാടില്ല. പിന്നെ എല്ലാ തോറും. എല്ലാ തോറും, ഇതും രണ്ടും ഒരുമിച്ചൊരു സെന്റൻസിൽ വരാൻ പാടില്ല. ഏതൊക്കെയാണ്? കാൾ, കവിഞ്ഞ, എല്ലാ തോറും, തീർച്ചയായും തന്നെ. ഇത് രണ്ടും ഒരുമിച്ചൊരു സെന്റൻസിൽ വരാൻ പാടില്ല. അടുത്തത്, പിന്നെ വാക്യശുദ്ധി പരിശോധിക്കാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് സെന്റൻസ് റീഅറേഞ്ച്മെന്റ്. അതായത് ആ സെന്റൻസിലെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശുദ്ധമായിട്ടുള്ള സെന്റൻസ് കിട്ടും, കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് കിട്ടും. അങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ തെറ്റായ പ്രയോഗം. ചിലയിടത്ത് പദശുദ്ധിക്ക് വ്യത്യാസം വരും. ചില പദങ്ങൾ തെറ്റിച്ചു കൊടുക്കും. അപ്പോൾ പദം തെറ്റിച്ചു കൊടുക്കുമ്പം ഒരു സെന്റൻസ് ഫുള്ളായിട്ട് ഒരു പദം തെറ്റിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അർത്ഥം മാറിപ്പോവും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ടിപ്പായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇത് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ടിപ്സാണ്. അത് ഒരുമിച്ച് ഞാൻ തന്നിരിക്കുകയാണ്. ഇത്രയും ടിപ്സായിട്ട് നോട്ട് ചെയ്യുക. ഇനി നമുക്ക് PSC മുൻ വർഷം ചോദിച്ച ചോദ്യങ്ങളിലൂടെ പഠിക്കാം. അപ്പോൾ PSC മുൻ വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. അതിലെ തെറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. ഒന്നാമത്തെ ചോദ്യം, അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. അപ്പോൾ ഈ വാക്യത്തിലെ തെറ്റ് എന്താണ് എന്നാണ് അന്ന് ചോദിച്ചത്. എന്താണ്? അന്തരിച്ച നേതാവിന് പ്രമാണം അർപ്പിച്ചുകൊണ്ട്. പ്രമാണമാണോ അർപ്പിക്കുന്നത്? പ്രണാമമല്ലേ അർപ്പിക്കുന്നത്? അപ്പം ഈ ഭാഗത്താണ് തെറ്റ് വന്നത്. പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് യോഗം ആരംഭിച്ചത്. മനസ്സിലായല്ലോ? അപ്പൊ ഇത് ഏത് ടൈപ്പാണ്? വേർഡിൽ വ്യത്യാസം വരുന്ന ടൈപ്പാണ് ഇത്. ഓക്കെ. അടുത്തത്, അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ആ ടിപ്പിന്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഏകദേശം, ഓളം, ഇത് രണ്ടും സെയിം മീനിങ് ആണ്. ഇത് രണ്ടും ഒരുമിച്ചൊരു സെന്റൻസിൽ വരാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാ വരേണ്ടത്? അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നാണ് വരേണ്ടത്. രണ്ടും ശരിയാണ്. അവിടെ 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഏകദേശം 1000 സ്ത്രീകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ അവിടെ ശ്രദ്ധിക്കേണ്ടത്? ഏകദേശവും ഓളവും ഒരുമിച്ച് ഒരു സെന്റൻസിൽ വരാൻ പാടില്ല. അടുത്തത്, മൂന്നാമത്തത്, രഘുവിന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ വലതു കൈ നഷ്ടമായി. അപ്പൊ രഘുവിന് അയാളുടെ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ വലതു കൈ നഷ്ടമായി. അപ്പൊ രഘു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ രഘു എന്ന് അവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് അയാളുടെ എന്ന് പറയേണ്ട കാര്യമില്ല, കാരണം അവിടെ അണ്ടർസ്റ്റുഡ് അല്ലേ, രഘുവിൻ്റെ തന്നെയാണ്. തൻ്റെ അതും വേണോ? വേണ്ട. അപ്പൊ എങ്ങനെ മതി?
രഘുവിന് ചെറുപ്പത്തിൽ തന്നെ വലതുകൈ നഷ്ടമായി. അങ്ങനെ പറയുമ്പോഴും ആ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. രഘുവിന് ചെറുപ്പത്തിൽ തന്നെ വലതുകൈ നഷ്ടമായി. അടുത്ത ചോദ്യം, ഈ മഹാനായ കലാകാരന്റെ സർഗസൃഷ്ടിപരമായ ശേഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും. ഇത് KS ചോദിച്ച ചോദ്യമാണ്. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? ഈ മഹാനായ കലാകാരന്റെ, അവിടെ മിസ്റ്റേക്ക് ഇല്ല. സർഗസൃഷ്ടിപരമായ, സർഗ എന്ന് പറയുമ്പോൾ തന്നെ സൃഷ്ടി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സർഗസൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ ആവർത്തനം അല്ലേ, റെപ്പറ്റീഷൻ അല്ലേ വന്നത്? ഒന്നെങ്കിൽ സൃഷ്ടിപരമായ അല്ലെങ്കിൽ സർഗപരമായ, അത് മതി. രണ്ടും കൂടെ വേണ്ട, സർഗസൃഷ്ടി എന്ന് വേണ്ട. അപ്പോൾ ആ ഭാഗത്താണ് തെറ്റ് വന്നത്. ശേഷിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നും. അപ്പോൾ ഈ 4 സെന്റൻസിലെ എറേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് മനസ്സിലായല്ലോ. നമ്മളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് താനെ വന്നോളും, ഇങ്ങനെയാണ് ഇതിന്റെ എറർ, ഇങ്ങനെയാണെന്ന് മനസ്സിലാവും. നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. മന്ത്രിമാർ ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പൊ ഈ സെന്റൻസിലെ തെറ്റ് എന്താണ്? ഈ സെന്റൻസിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. സെന്റൻസിലെ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. എങ്ങനെയാണ് വരേണ്ടത്? നമ്മുടെ ചോദ്യം മന്ത്രിമാർ ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണം. ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും മന്ത്രിമാർ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണം. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മന്ത്രിമാർക്കാണ്. അതുകൊണ്ട് പറയേണ്ടത് എങ്ങനെയാണ്? ആഴ്ചയിൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും മന്ത്രിമാർ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കണമെന്ന് തീരുമാനിച്ചു എന്നാണ് വരേണ്ടത്. അടുത്ത ചോദ്യം, 1,500 വർഷത്തോളം പഴക്കമുണ്ട്. ഈ സെന്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രൈക്ക് ചെയ്യുന്നുണ്ടോ? 1,500 വർഷത്തോളം പഴക്കമുണ്ട്. എങ്ങനെയാ വരേണ്ടത്? ഇവിടെ ഒരു ഊഹമാണ്. നമ്മളൊരു വസ്തു കണ്ടു, ഇതിന് 1,500 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് സാധാരണ നമ്മളങ്ങ് പറഞ്ഞു പോകും അല്ലേ. പക്ഷെ ആ വാക്യം എന്ന് പറയുന്നത് തെറ്റാണ്. എങ്ങനെ വരണം? 500 വർഷത്തോളം പഴക്കമുണ്ട്, അല്ലെങ്കിൽ 1,500 വർഷം പഴക്കമുണ്ട്. അപ്പോൾ 500 വർഷത്തോളം പഴക്കമുണ്ട് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ 1,500 വർഷം പഴക്കമുണ്ട്, അങ്ങനെ പറഞ്ഞാൽ മതി. അടുത്തത്, അതിനേക്കാൾ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. ഞാൻ ടിപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, കാളും കവിഞ്ഞയും കൂടി ഒരുമിച്ച് വരാൻ പാടില്ല. അപ്പൊ എങ്ങനെയാ വരേണ്ടത്? അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല, അല്ലെങ്കിൽ അതിൽ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല. ഒന്നെങ്കിൽ പറയണം അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല. കവിഞ്ഞ വെച്ചാണ് പറയുന്നെങ്കിലോ അതിൽ കവിഞ്ഞ മെച്ചമൊന്നും ഇതിനില്ല, അങ്ങനെയാണ് പറയേണ്ടത്. അടുത്ത ചോദ്യം, വേറെയും പല ഉള്ളൂരിന്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട്. ഇത് 2018 കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. വേറെയും പല ഉള്ളൂരിന്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട്. ഈ സെന്റൻസ് വായിക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടോ? വേറെയും പല ഉള്ളൂരിന്റെ, ഉള്ളൂർ എത്ര ആളുണ്ട്? ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്നത് എന്താ? വേറെയും പല ഉള്ളൂരിന്റെ കൃതികൾ എൻ്റെ കൈവശമുണ്ട്. അത് തെറ്റല്ലേ? എങ്ങനെയാ വരേണ്ടത്? ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട്. ഉള്ളൂരിനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ളത്. ഉള്ളൂരിന്റെ വേറെയും പല കൃതികൾ എൻ്റെ കൈവശമുണ്ട്, അങ്ങനെയാണ് പറയേണ്ടത്. ഇത് നമ്മുടെ എക്സാമിന് വന്നൊരു ചോദ്യമാണ്, +2 ലെവല്. തൊഴിൽ ലഭിച്ചവരിൽ 100% നിരാശരാണ്. അപ്പോൾ ഈ സെന്റൻസിലെ കറക്ഷൻ എന്താണ്? എറർ എന്താണ്? തൊഴിൽ ലഭിച്ചവരിൽ 100% ശതമാനം പറയുന്നത് തന്നെ ഏതിലാണ്? 100-ലല്ലേ. അപ്പൊ എങ്ങനെയാ വരേണ്ടത്? തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. തൊഴിൽ ലഭിച്ചവരിൽ 90% നിരാശരാണ്. 100-ൽ എന്ന് അവിടെ പറയണ്ട. ശതമാനം എന്ന് പറയുമ്പോൾ 100-ലാണെന്ന് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ അത് പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ക്ലിയർ ആണല്ലോ. നമുക്ക് കുറച്ച് ചോദ്യങ്ങളോട് നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. അപ്പോൾ ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക തന്നെ വേണം. ഞാൻ ആദ്യത്തെ ടിപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ? തീർച്ചയായും തന്നെ രണ്ടും കൂടി ഒരു സെന്റൻസിൽ വേണ്ട. തീർച്ചയായും തന്നെ രണ്ടും കൂടി ഒരുമിച്ചൊരു സെന്റൻസിൽ വേണ്ട. അപ്പോൾ എങ്ങനെ വന്നാൽ മതി? ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കുക വേണം, അല്ലെങ്കിൽ ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കണം, അല്ലെങ്കിൽ ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം. ഏകാധിപത്യത്തെ എതിർക്കുക തന്നെ വേണം, അല്ലെങ്കിൽ ഏകാധിപത്യത്തെ തീർച്ചയായും എതിർക്കണം. ഇങ്ങനെയാണ് വരേണ്ടിയിരുന്നത്. അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അജഗജാന്തരം എന്ന് പറയുമ്പോൾ തന്നെ വലിയ വ്യത്യാസം എന്ന് തന്നെ അതിൽ അണ്ടർസ്റ്റുഡ് ആണ്. അജഗജാന്തരം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വലിയ വ്യത്യാസം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസവും കൂടെ വേണോ? വേണ്ട. അപ്പൊ അവർ തമ്മിൽ
അജഗജാന്തരമുണ്ട് എന്ന് മതി, അല്ലെങ്കിൽ അവർ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് മതി. ഓക്കെ, അടുത്ത ചോദ്യം. വേറെ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പു പറഞ്ഞു. വേറെ ഗത്യന്തരമില്ലാതെ, ഗത്യന്തരമില്ലാതെ എന്ന വാക്കിൽ തന്നെ വേറെ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളില്ലാതെ അല്ലെങ്കിൽ വേറെ ഗതിയില്ലാതെ എന്ന് തന്നെ എന്നത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ വീണ്ടും വേറെയുടെ ആവശ്യമില്ല. ഒന്നെങ്കിൽ വേറെ ഗതിയില്ലാതെ അയാൾ മാപ്പു പറഞ്ഞു, അല്ലെങ്കിൽ ഗത്യന്തരമില്ലാതെ അയാൾ മാപ്പു പറഞ്ഞു എന്ന് മതി. വേറെ ഗത്യന്തരം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ചോദ്യം. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇത് പദശുദ്ധിയും കൂടെ വരുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെ ഹാർദവമായി, അത് തെറ്റാണ്. അദ്ദേഹത്തെ ഹാർദമായി, അവിടെ വാ വേണ്ട, അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു എന്നാണ് പറയേണ്ടത്. അവസാനത്തെ ചോദ്യമാണ്. എല്ലാ തിങ്കളാഴ്ച തോറും പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഞാൻ ടിപ്പ് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്താ, എല്ലാവും തോറും കൂടി ഒരുമിച്ചൊരു സെന്റൻസിൽ വേണ്ട. ഒന്നെങ്കിൽ എങ്ങനെ പറയണം, എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥനയുണ്ട്, അല്ലെങ്കിൽ തിങ്കളാഴ്ച തോറും പ്രാർത്ഥനയുണ്ട്. രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്. തിങ്കളാഴ്ച തോറും പ്രാർത്ഥനയുണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും പ്രാർത്ഥനയുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് പറയണ്ട. അപ്പോൾ ഇത്രയും ടിപ്സ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്, അതിലൂടെ നമ്മൾ പെർഫെക്റ്റ് ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത ടോപ്പിക്കും പുതിയ ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ റിവിഷന് പറഞ്ഞ ആപ്പ് മറക്കണ്ട, PSC ചലഞ്ചർ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും കാണാം. താങ്ക്